സ്തോത്രം സ്തോത്രം. പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ തൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി നൽകിയിരിക്കുന്നു. 4-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു നമുക്ക്. എന്താണ് ഈ വാഗ്ദത്തം? അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ലല്ലോ. പ്രസന്റ് സമയത്ത് കിട്ടുന്ന ഭൗതിക അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായ ദൈവമക്കൾ, വിലയേറിയ വാഗ്ദത്തങ്ങൾ എന്നുള്ളത് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വാഗ്ദത്തങ്ങൾ. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഭവനങ്ങളിലും സഭകളിലും നുഴഞ്ഞു കയറി പല പ്രിയപ്പെട്ടവരോടും പ്രവചനമായി ചില വാഗ്ദത്തങ്ങൾ കൊടുക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും, വിദേശത്തേക്ക് അയക്കും, നിനക്ക് തോട്ടങ്ങൾ തരും, നിന്റെ പഴയ വണ്ടി പോയി പുതിയ വണ്ടി കിട്ടും, സൈക്കിൾ പോയി ബൈക്ക് കിട്ടും, പിന്നെ കാറ് പോയി പ്ലെയിൻ വരും, ഒരു വീടിന് 5 വീട് നിനക്ക് തരും. ഇതൊക്കെ പറയും. വാഗ്ദത്തമായിട്ട് ഭാവിയിൽ ലഭിക്കാൻ പോകുന്നതായിട്ട് അവർ പ്രവചിക്കും. ആ വാഗ്ദത്തങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കള്ളപ്രവചനത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ് അതൊക്കെ. ആ ദുരുപദേഷ്ടകന്മാരെ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ പേഴ്സിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാനുള്ള വാഗ്ദത്തമാണ്. എന്നാൽ കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്തം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആത്മീകമായ വാഗ്ദത്തങ്ങളാണ്. അതിലൊരു വാഗ്ദത്തം എടുത്ത് പറഞ്ഞാൽ എന്താ? ഒരു വാഗ്ദത്തം പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതൊരു വാഗ്ദത്തമാണ്. കർത്താവ് തന്നിരിക്കുക. യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്ന പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ രൂപാന്തര ശരീരം പ്രാപിച്ച് കർത്താവിനെ പോലൊരു തേജസ്സിൻ്റെ ശരീരം കിട്ടും. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ശരീരം നമുക്ക് കിട്ടുമെന്ന് അതൊരു വാഗ്ദത്തമാണ്. അത് സംഭവിച്ചിട്ടില്ല. അതിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വാഗ്ദത്തമാണ്. അതാണ് പത്രോസ് പറയുന്നത്, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു. ഒത്തിരി ഉണ്ട് വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയാനാണ്. കൊലോസ്യ ലേഖനത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്. അത് ഞാൻ നിങ്ങൾക്കടുത്ത് ഒന്ന് പറഞ്ഞു തരാൻ കർത്താവിൽ ശരണപ്പെടും. കൊലോസ്യ ലേഖനം, സ്തോത്രം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 3-4 വാക്യങ്ങൾ. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അതൊരു വാഗ്ദത്തമാ. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി വെളിപ്പെട്ടു വരും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട്. ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതൊരു വാഗ്ദത്തമാണ്. പുതിയ നിയമസഭയ്ക്കുള്ള വാഗ്ദത്തങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവെന്നാദിദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞെരങ്ങുന്ന ഒരു വീണ്ടെടുപ്പ്, ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. അതൊരു വാഗ്ദത്തമാ. ഇതുവെല്ലാം അറിയോ? നമുക്ക് എന്തോ അറിയാം. ഒരു ദൈവപൈതലിന്റെ ഭാവിയെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് പഠിക്കാതെ, ചിന്തിക്കാതെ, ധ്യാനിക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു വിശ്വാസി ഒരു ജഡികനാണ്, ഒരു ശിശുവാണ്. കുറച്ചു മുമ്പ് ഞങ്ങളുടെ കുഞ്ഞിവിടെ വന്ന് ഒരു 10 രൂപയുടെ ഒരു കാഡ്ബറീസ് പോലൊരു സാധനം എടുത്ത് കൈ കൊടുത്തു. അവനത് മതി. അത് മേടിച്ച് ടാറ്റാ പറഞ്ഞ് ചിരിച്ചോണ്ട് പോയി. ശിശുവല്ലേ? അതുപോലെ വിശ്വാസികൾ അത് തന്നെ.
അവർക്ക് വല്ല തിന്നാനും കുടിക്കണം, പിന്നെ കാണാനും കിട്ടണം, അത്ര അതുള്ളൂ, വേറൊന്നും വേണ്ട. പാസ്റ്റർമാർ ആ നിലയിൽ ആ കോലത്തിലാക്കി ഇട്ടിരിക്കുക. വചനം വായിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ ഭാവിയിൽ കർത്താവ് നമുക്ക് തരാൻ പോകുന്നതിനെ കുറിച്ച് ഒന്നും ചിന്തയില്ല. കിടക്കാൻ വീടുണ്ടോ, തിന്നാൻ ആഹാരം കിട്ടുമോ, ആ മതി. എന്നിട്ട് കാനവച്ചൻ പറഞ്ഞ പോലെ 3 കാര്യങ്ങളാണ് മൃഗങ്ങൾക്കുള്ളത്: തിന്നുക, കുടിക്കുക, കുത്തുപിടിക്കുകയായിരുന്നു, അങ്ങോട്ടും കുത്തു, വംശവർദ്ധനം നടത്തുക. 3 നോസ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര. ഇതുപോലെ ആയിരിക്കുന്നു 4 പേരെന്ന് പറയുന്ന ജഡികന്മാർ. തിന്നുക, കുടിക്കുക, നാളെ ഞായറാഴ്ച ഒരു കൂട്ടായ്മയിൽ പോയി കിടന്ന് ചാടിത്തുള്ളി ഇനി പോരുക. തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി. ജഡിക സുഖം കിട്ടുന്നെങ്കിൽ അത് മതി. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമായി നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവമക്കളെ മനസ്സിലാക്കണം, നമ്മുടെ ഭക്തിക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യന് നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിലെ ഒരു മെറ്റീരിയൽസും അല്ല. ഈ പുറമേ കാണുന്ന ഈ ആക്ഷരിക മനുഷ്യന് കപ്പ, ചക്ക, മേങ്ങ, തേങ്ങ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതെല്ലാം ഉണ്ടായി വരട്ടെ എന്ന് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ മുളച്ചു വന്നതെല്ലാം നമുക്ക് ഭക്ഷിക്കാം, തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ തന്നെ പലതും കുത്തി കലക്കി പല പാനീയങ്ങളായിട്ടുണ്ടാക്കി, റമ്മും ബിയറും കള്ളും അതും ഇതുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കുടിക്കാം, തിന്നാൻ കുടിക്കാം. നമുക്ക് ദൈവമക്കൾ കുടിക്കുന്ന കാര്യമല്ല, ലോകത്തിലെ മനുഷ്യൻ. അവരിതെല്ലാം തിന്നു കുടിച്ച്, ലോകത്തിലുള്ളതെല്ലാം തിന്നു കുടിച്ച് കണ്ടും കേട്ടും ഒക്കെ കന്നുകാലികളെ പോലെ ജീവിക്കുക. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠിച്ചോണം. ഞാനത് എപ്പോഴും അത് പറയാറുണ്ട്. അതിൽ കിടക്കുന്ന ആൾക്കാരായാണ് ലോക മനുഷ്യർ മുഴുവൻ. നമ്മളതല്ല. നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ദൈവമക്കളായി തീർന്നവരാ. നമുക്കുള്ള പ്രത്യേകത കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് കാത്തിരിക്കുന്നവരാണ്. ഈ വരുവാനുള്ള ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചെടുക്കുമെന്നുള്ള പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുന്നവരാണ്. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നന്നായിട്ട്. നമ്മൾ ആരാ? ഞാൻ ആരാണ്? ഞാൻ ആരാകേണ്ടവനാണ്? 3 കാര്യങ്ങളാണ്. ഞാൻ ആരാണ്, ആരായിരുന്നു, ആരാകും. ഞാൻ ആരായിരുന്നു, ഞാൻ ആരാകുന്നു. ഞാൻ കൊടും പാപിയായിരുന്നു, ഞാൻ പിശാചിന്റെ സന്തതിയായിരുന്നു. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകളായി. നാളെ ഞാൻ ആരാകും? യേശു കർത്താവിനെ പോലെ, രാജാവിനെ പോലെ കർത്താവിനോടൊപ്പം നിന്ന് വാഴേണ്ടവനാണ്. ദൈവമുഖം കണ്ടവനെ ആരാധിക്കേണ്ടവനാണ്. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ് പ്രാപിച്ച് തേജസ്സിൻ്റെ ശരീരത്തോടുകൂടെ സ്വർഗത്തിൽ ജീവിക്കേണ്ടവനാണ് എന്നൊരു ചിന്ത ഏത് പെന്തക്കോസ്തുകാരനാ ഉള്ളത്? ഞായറാഴ്ച രാവിലെ പൊത്തു കൊടുത്തുകൊണ്ട് ഓടുമല്ലോ. ഹല്ലേലൂയ. ഇത് വല്ലതും പ്രസംഗിച്ച് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇത് വല്ലതും ദൈവവചനത്തിലൂടെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ചുരുക്കം ചിലതല്ലാതെ. ഒരു വിശ്വാസിയുടെ ഭാവി എന്താണ്? ഒരു ലോക മനുഷ്യന്റെ ഭാവി എന്താണ്? ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ധനമായി ചെയ്തിരിക്കുന്നുവല്ലോ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇനി അടുത്തതാണ് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള വിഷയം. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനിട വരുന്നു. ഭയങ്കര ഒരു സബ്ജക്റ്റാണ് ഈ പത്രോസ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ വാഗ്ദത്തങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട്, ഇവയാൽ ആ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. കുഞ്ഞുകളിക്കുന്ന കാര്യമല്ല. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം വയോവൃദ്ധനായ ഒരു 94-കാരൻ ഞങ്ങളെ പഠിപ്പിച്ചപ്പോഴാണ് ഇന്ന് ആ വചനത്തിന്റെ വെളിപ്പാട് പൂർണ്ണമായിട്ടല്ലെങ്കിൽ ഒരളവ് വരെയെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവ് പകർന്ന് നൽകിയത്.
വചനം ലഭിച്ചവൻ വചനം പറയുമ്പോഴേ അതിൻ്റെ മാധുര്യത, അതിൻ്റെ ഘനം, അല്ലെങ്കിൽ അതിൻ്റെ സ്വാദ്, അതിൻ്റെ സന്തോഷം, അതിൻ്റെ പ്രത്യാശ നമുക്ക് കിട്ടുകയുള്ളൂ. കവി കോളേജിൽ പോയി MD എടുത്ത് BD എടുത്ത് DD എടുത്ത് വന്നാലൊന്നും കാര്യം കിട്ടത്തില്ല. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. പൗലൂസ് വചനം പ്രാപിച്ചതിനെ കുറിച്ച് പറയുന്നത് ഗലാത്യ ലേഖനം 1:11-12 ഒന്ന് വായിച്ചേ. ഗലാത്യർ 1:11-12. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഇന്ന് മനുഷ്യരോട് പ്രാപിച്ച് മനുഷ്യരോട് പഠിച്ചാണ് ഇന്നത്തെ പാസ്റ്റർമാർ 90% പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ ഗുണമില്ലാതിരിക്കുന്നത്. വിശ്വാസി ആത്മീക ശൈശവസ്ഥയിൽ കിടക്കുന്നത് അതുകൊണ്ടാണ്. വിശ്വാസിക്ക് പ്രത്യാശയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയില്ല. കർത്താവിൽ നിന്ന് പ്രാപിച്ചതും കർത്താവിൽ നിന്ന് സ്വത്രം നേടിയെടുത്തതും ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ഉപവാസത്താലും പ്രാർത്ഥനയാലും അറേബ്യൻ മരുഭൂമിയിൽ പൗലൂസിനിത് പ്രാപിച്ചു. അത് കർത്താവിൻ്റെ മേശയാണെന്നാ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചേറുകയും ചെയ്തതെന്ന്. അത് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചവനല്ല പൗലൂസ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബെല്ലാം കൂടെ നടന്നു. ഇദ്ദേഹം കൂടെ നടന്നില്ല. ഇദ്ദേഹം വെളിപ്പാടിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. കൂടെ നടന്നവരിൽ നിന്ന് പ്രാപിച്ചതിനേക്കാൾ എത്രയോ മടങ്ങാണ് പൗലൂസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചു. അപ്പൊ നമുക്കും പ്രാപിക്കാം. കൂടെ നടക്കണമെന്നില്ല, കർത്താവിൽ നിന്ന് നമുക്ക് ഇപ്പോഴും പ്രാപിക്കാം മനസ്സില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നേ. ദൈവവചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പ്രാപിച്ചായി പറയുന്നത്. വല്ലവരും ഒക്കെ പറഞ്ഞു കേട്ട തേമ്പിയ പ്രസംഗങ്ങളൊന്നുമല്ല. ചിലർ പറയും പറഞ്ഞു തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം 10,000 പ്രാവശ്യം കേട്ടാലും മനസ്സിലാകാത്ത പല പ്രിയപ്പെട്ടവരോട് റിപ്പീറ്റ് ചെയ്ത് തന്നെ ആകണം. എന്താ സംശയം? എനിക്കറിയാം പല സഹോദരന്മാർ എത്ര പ്രാവശ്യം കേട്ടാലും ചങ്കരം പിന്നെയും തെങ്ങിയെ തന്നെ ഇരിക്കുന്ന ഒരു രീതി. പിന്നെ അവരോട് എത്ര പ്രാവശ്യം പറയണ്ടേ? പല പ്രാവശ്യം പറയേണ്ടി വരും. മറ്റുള്ളവർ സഹിച്ചുകൊള്ളുക. നിങ്ങൾക്കതങ്ങ് മനഃപ്പാടമാവുമെന്ന് വെച്ചോ, അത് നല്ലതല്ലേ? പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിച്ച് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം നമ്മൾ. ഈ ലോകത്തിൽ നമ്മെ മോഹിപ്പിക്കുന്നത് പലതുമുണ്ട്. പൊന്നുവസ്ത്രങ്ങളും പിന്നെ തേനിലും മധുരം എന്നൊരു പാട്ടിൽ ആ പദങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വസ്ത്രങ്ങളും പൊന്നും വെള്ളിയും പിന്നെ ലോകത്തുള്ളതെല്ലാം. ഈ ലോകത്തുള്ളതെല്ലാം ഇന്ന് ഈ ലോകത്തുള്ളതെല്ലാം ആരുടെ കയ്യിരിക്കുക? അതന്നെ. മത്തായി 4, ലൂക്കോസ് 4 പഠിച്ചു വരുമ്പോൾ ഒന്നുമുള്ള ആ വാക്യങ്ങൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ കല്ലപ്പമായി തീരാൻ പറയുക, മുകളിൽ നിന്ന് ചാടാൻ പറയുക, പിന്നെ അടുത്ത് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ എന്ത് തരാം? ഇതെല്ലാം നിനക്ക് തരാം. ആരോടാ ആര് പറയണം എന്നുള്ളതെല്ലാം മനസ്സിലാകുന്നുണ്ട്. ആരോടാ ഈ ചെകുത്താൻ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളോടൊക്കെ ആണെങ്കിൽ ചാടി വീണ് ലോകം മുഴുവൻ നേടിയെടുത്ത് ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞ് നരകക്കുഴിയിലോട്ട് പോയെന്നെ നമ്മളൊക്കെ ആണെങ്കിൽ. ദൈവപുത്രനായ യേശുക്രിസ്തു എന്തോ പറഞ്ഞു? അവൻ്റെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം കൊണ്ടും മനുഷ്യൻ ജീവിക്കുന്നു. സ്തോത്രം. ചാടാൻ പറഞ്ഞപ്പോൾ ചാടിയാൽ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നു. നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു. ആരാധന എന്നുള്ള വിഷയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കിടന്ന് തമ്മിൽ തല്ലുന്നത് വേർഷിപ്പ് അല്ലേ?
ഞങ്ങളുടെ രാമൻ ഇരുന്ന സ്ഥലമാണ്. ഇല്ല, ഞങ്ങളുടെ മൗലവി, ഞങ്ങളുടെ ഭക്തനായിരുന്ന സ്ഥലമാണത്. ഞങ്ങളുടെ ടെമ്പിൾ ഇരുന്ന സ്ഥലമാണ്. ആരാധന കണ്ടോ? യാഗം, ഹാബേലും കായീനും ഹാബം യാഗം കഴിച്ചു. തന്നിമിത്തം കായീൻ എന്തുണ്ടായി? കോപമുണ്ടായി. ഹാബേലിനെ തല്ലിക്കൊന്നു. ഇന്ന് തല്ലിക്കൊല്ലുക മാത്രമല്ല, തല്ലിക്കൊന്ന് വേവിച്ച് വറുത്ത് തിന്നുകയും കൂടി ചെയ്യുക. ഫ്രൈ ആക്കി തിന്നുക, പോത്തിറച്ചി തിന്നണ പോലെ. കാലം പോയ പോക്കേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, പഠിക്കണം. ലോകത്തിൻ മോഹത്താലുള്ള നാശം. നമ്മളെ ഏത് കാര്യമാണ് നമ്മളെ മോഹിപ്പിക്കുന്നത്, ആ മോഹം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിന് യാക്കോബ് പറയുന്ന പദമുണ്ടല്ലോ, 1:14-15. യാക്കോബ് ഒന്ന് വായിച്ചേ. യാക്കോബ് 1:. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 1:14-15. ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച പാവത്തെ പ്രസവിക്കും. പാവം ഉൾപ്പെട്ട് മരണത്തേക്ക്. എന്റെ പ്രിയ സഹോദരന്മാരെ, അതാണ് കാര്യം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണമുണ്ടാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. The wages of sin, death. പാപത്തിന് ശമ്പളമുണ്ട് സഹോദരങ്ങളെ, ശിക്ഷയുണ്ട്. ദൈവമക്കൾക്ക് ബാലശിക്ഷ കഴിയും. ലോക മനുഷ്യന് ന്യായവിധിയായിട്ട് അത് തീരും. ശിക്ഷാവിധി ന്യായവിധിയും രണ്ടും രണ്ടാണ്. ന്യായമായ വിധി ദൈവമക്കൾക്കുണ്ട്. ലോക മനുഷ്യർക്ക് ശിക്ഷാവിധിയിലകപ്പെടും. ബാലശിക്ഷ കൊടുക്കുന്നത് തന്നെ ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടാൻ എത്രയോ ബാലശിക്ഷ കഴിക്കുന്നു എന്ന് എബ്രായലേഖനം സ്തോത്രം അതിൻ്റെ 12-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ ഈ മോഹം, ഏതെങ്കിലും മോഹം നമ്മുടെ ഉള്ളിൽ കയറിയാൽ ആ മോഹത്തിന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ. മോഹം എന്ന ആ ഭ്രൂണം അതിൻ്റെ നമ്മുടെ ഉള്ളിൽ കിടന്ന് വളരും. ആ മോഹത്തെ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നില്ലേ, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആ മോഹത്തെ അങ്ങ് ക്രൂശിക്കണം. ആ മോഹത്തെ അങ്ങ് കൊന്നുകളയണം. ആ മോഹത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്യണം. ആ മോഹത്തെ കടിഞ്ഞാണിടണം. ദൈവവിധമില്ലാത്തൊരു മോഹം നമ്മുടെ ഉള്ളിൽ വന്നു. നമ്മളത് കണ്ടു മോഹിച്ചു. അവയ്ക്ക് പറ്റിയ കുഴപ്പം അതാ. ഏതും തോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ കഴിക്കുന്ന ഈ വിഷമടിച്ച പാണ്ടികൾ വിഷമടിച്ച പച്ചക്കറിയും പിന്നെ വടക്കേ ഇന്ത്യക്കാർ വിഷമടിച്ച പഴവും ഫ്രൂട്ട്സും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. മീനാകട്ടെ എന്തായിക്കോട്ടെ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നുമ്പോഴേ വിഷമില്ലാതിരിക്കുന്നുള്ളൂ. ജൈവ വളം കൊണ്ടുണ്ടാക്കുമ്പോൾ ബാക്കി എല്ലാം മാരകമായ വിഷമാണ് നമ്മൾ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വിഷമടിച്ചത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ്. ഹവ്വ ചെയ്തതെന്താ? അരുത് എന്ന് പറഞ്ഞ ആ വൃക്ഷഫലം ദൈവം പറഞ്ഞതിനേക്കാൾ ഈ സഹോദരി എന്ത് ചെയ്തു? സാത്താൻ പറഞ്ഞത് അനുസരിച്ചു. അതാണ് പറ്റിയ ദുരന്തം. ആദിമ പിതാക്കന്മാർക്ക് പറ്റിയ ദുരന്തം അതാണ്. ദൈവത്തെ അനുസരിക്കാതെ സാത്താനെ അനുസരിച്ചു. ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിനും സംഭവിച്ചിരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് എന്ന് ഞാൻ പറയാൻ എനിക്ക് മടിയില്ല. ദൈവവചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യാതെ വല്ലവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന കമൻട്രികളും വല്ലവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളും വചനവിരുദ്ധമായ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആത്മീയമായി അവരും ചത്തുകൊണ്ടിരിക്കുക. യാതൊരു സംശയവുമില്ല. നമുക്കാവശ്യമായ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ
കർത്താവും അപ്പോസ്തലന്മാരും പഴയ നിയമ പ്രവാചകന്മാരും തരുന്നുണ്ട്. അത് ശുദ്ധമായ ആ മായമില്ലാത്ത പാല് വലിച്ചു കുടിച്ച് അതിൽ നിന്നുള്ള പ്രോട്ടീൻസ് നമ്മുടെ അകത്തെ മനുഷ്യനിൽ പ്രവേശിച്ച് അവൻ ആത്മീയമായി വളർന്ന് പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്നാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. അത് വിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്ക് എത്ര ബൈബിൾ കോളേജിൽ പഠിച്ചാലും മതിയാകത്തില്ല. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഡോക്ടറേറ്റ് വേണമെങ്കിൽ അമേരിക്കയിൽ ചെന്നാൽ മതി. ഏത് വഴിയെ പോകുന്നവനും കൊടുത്തു വിടും ഒരു ഡോക്ടറേറ്റ്. എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് അതങ്ങോട്ട് ആൻസർ ചെയ്യും, മനസ്സിലാവും. ആ ഡോക്ടറേറ്റ് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു റവറൻ്റ് ആയതുകൊണ്ട് എന്ത് പ്രയോജനം? PhD പഠിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? ബിബ്ലിക്കലായിട്ട് ഈ ബുദ്ധിയിൽ ഈ വചനം പഠിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവവചനം ആത്മാവിലല്ലേ പ്രസംഗിക്കേണ്ടത്? വചനമല്ലേ പ്രസംഗിക്കേണ്ടത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണ്ടേ? എൻ്റെ വചനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനം എത്രയായിരുന്നു. അപ്പോൾ ദൈവവചനം ആത്മാവിൽ പ്രസംഗിക്കണ്ടേ? അല്ലാതെ ബുദ്ധി കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് എന്താ കാര്യം? പ്രസംഗം ദൈവവചനം തന്നെ ആയിരിക്കണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് അവൻ നമുക്ക് വിലയേറിയതും അതിഭക്തമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ പ്രാപിച്ച വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നടത്തപ്പെടണമെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ഒരു അനുഭവം, ഒരു വിഷയമാണ് എന്താണ്? ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. നമ്മെ മോഹിപ്പിക്കുന്ന പലതും. ഈ സർക്കസ് കൂടാരങ്ങളിലൊക്കെ ചെന്നാൽ ഓരോ സ്ഥലത്ത് ഓരോ ക്യാബിൻ ഉണ്ടാക്കി വിലയേറിയ സിഗരറ്റ് പാക്കറ്റുകൾ വെച്ചിട്ട് ഒരു റൗണ്ടൊക്കെ തരും. ഒരു 10 റൗണ്ട് തരും. എന്നിട്ട് 25 രൂപ കൊടുത്താൽ ഈ 10 റൗണ്ട് നമ്മൾ എറിഞ്ഞാൽ 100 രൂപയുടെ സിഗരറ്റ് പാക്കറ്റ് നമുക്ക് കിട്ടും. 10 റൗണ്ടല്ല, അതിൽ 10 റിങ് 100 റിങ് എറിഞ്ഞാലും ഒരെണ്ണം കിട്ടുകയില്ല. കാശ് മുഴുവൻ അവൻ്റെ പോക്കറ്റിൽ പോകും. അതൊരു ട്രാപ്പാണ്. പിന്നെ അപ്പുറത്തോട്ട് ചെന്ന റബ്ബർ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഒരു സാധനം തരുന്നു കുത്താൻ. നമ്മൾ എത്ര കുത്തിയാലും അവൻ റബ്ബർ വലിക്കുമ്പോൾ ആ റബ്ബറിൻ്റെ നമ്മൾ ആ കുത്തുന്ന ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ഒരു സൂചിയാണ്, അതിൻ്റെ ഉള്ളിൽ ഈ റബ്ബർ നിൽക്കില്ല. റബ്ബർ വെളിയിലൂടെ അങ്ങ് പോകും. കാശ് അവൻ്റെ പോക്കറ്റിൽ. അതുപോലെ സർക്കസ് കൂടാരത്തിൽ പല കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന പോലെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ ഈ വേദപുസ്തകം വായിക്കാത്ത, പഠിക്കാത്ത, പ്രാർത്ഥിക്കാത്ത, വിശുദ്ധി ജീവിക്കാത്ത ഈ കുഞ്ഞൻ ഉപദേശിമാര്, ദുർപദേഷ്ടക്കന്മാര് പല ചെപ്പടി വിദ്യകൾ അവർ പ്രസംഗിച്ചു കൂട്ടും. കാറ് തരാം, വീട് തരാം, അത് തരാം, ഇത് തരാം. ലോട്ടറി എടുത്തോ അടിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പോസ്തലന്മാർ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരുന്നു സഭയെ ഉപദേശിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ. ഇത് ലോട്ടറി അടിക്കാൻ വേണ്ടി കച്ച കെട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാർ. കാരണം 1, 2, 3 ലോട്ടറി അടിച്ചതിൻ്റെ ദശാംശം പാസ്റ്ററുടെ പോക്കറ്റിൽ ചെന്നു. എന്നാളൊരു ഹല്ലേലൂയ മാഗസിനിൽ എഴുതി വന്നതാണ് ഞാൻ വായിച്ചത്. എൻ്റെ ദൈവമേ, ആ പാസിക നടത്തുന്നവരുടെ കാര്യം ഓർത്താ ഭയങ്കര. ലോകത്തുള്ള ഏറ്റവും വലിയ പത്താനക്കാരാന്നാണ് പറയുന്നത്. പാസ്റ്റർ പറയുന്നത് 1 ലക്ഷം രൂപ അടിച്ചു എൻ്റെ സഹോദരൻ 10,000 രൂപ എനിക്ക് തന്നു, സ്വോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം എന്താ? അവരും പോയി ലോട്ടറി എടുക്കും. ഇപ്പോൾ ലോട്ടറി കണ്ടെയ്നറിനടുക്കിൽ എടുക്കുകയും കച്ചവടം ചെയ്യുകയും തട്ടിട്ട് അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ കൊടുക്കുകയും ചെയ്യുന്നെന്നൊക്കെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല. പിന്നെ വിളിച്ചു പറഞ്ഞ സഹോദരൻ വിശ്വസ്തനായതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചു ഞാൻ. അതുപോലെ പല ചപ്പടി വിദ്യകളും ഒരു ദൈവ പൈതലിനെ നിത്യതയിൽ എത്തിക്കാതിരിക്കാൻ തക്കവണ്ണം പലതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ അങ്ങോട്ട് വശീകരിക്കാൻ. ഹല്ലേലൂയ. ഈ പഴയ നിയമ പുസ്തകത്തിലൊക്കെ ഒരു സഹോദരിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മേക്കപ്പൊക്കെ അടിച്ചിങ്ങനെ മതിലിൽ പോയി ഇങ്ങനെ ഇരിക്കുക, വശീകരിക്കാൻ. ഭക്തന്മാർ പലരും വശീകരിക്കപ്പെട്ടു അതിന്. ഹല്ലേലൂയ. ശിംശോന്റെ ശക്തി ചോർത്തിക്കളഞ്ഞത് ദലീല എന്ന് പറഞ്ഞ ഒരു സഹോദരിയായിരുന്നു. പല ഭക്തന്മാരുടെയും ശക്തിയും കൃപകളും ചോർത്തിക്കളയുന്നത് ദലീലമാരാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക.
വേഷാഭൂഷാദികളോടുകൂടി മുട്ടിയൊക്കെ അടിച്ച് കരിയൊക്കെ അടിച്ച് ചുവപ്പൊക്കെ അടിച്ച് ഒക്കെ വന്നിരിക്കും. അനേക പ്രിയപ്പെട്ടവർ ആ കെണിയിൽ വീണുപോയ ചരിത്രം ഞാൻ കേട്ട് ദുഃഖിതനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നന്നായി പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ പലരും കെണിയിൽ അകപ്പെട്ടു പോവുക. മനസ്സിലായോ? എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ മോഹിപ്പിക്കുന്ന പലതും 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 പിശാച് ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുക. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. നമ്മുടെ മനസ്സ് അങ്ങോട്ട് ചായരുത്. നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം മണവാളനുമായിട്ട് കഴിഞ്ഞു 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇനി കല്യാണം നടക്കാൻ പോവുക. ആ ബ്രാക്കറ്റ് പീരീഡ്, കർത്താവ് വരുന്നവരുള്ള ബ്രാക്കറ്റ് പീരീഡ് എത്രയോ അത്രയും സമയം നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? വഷളായി പോകാതെ, ഞാൻ ക്രിസ്തുവിന് ഏകപുരുഷനെ നിങ്ങളെ നിർമ്മലയെ നീപ്പിപ്പാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാകി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം 1 പത്രോസ് 1:13 വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അതിനിടയിൽ നമ്മുടെ ഹൃദയത്തെ വശീകരിച്ച് കളയാൻ നാം അനുവദിക്കരുത്. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് മോഹിപ്പിക്കുന്ന പലതും 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 ഈ ലോകത്തിലുണ്ട്. വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഈ സാത്താൻ്റെ ചരക്കായ പലതിലും മോഹം വെച്ച് രക്ഷ നഷ്ടപ്പെടുത്തരുത്, നിത്യത നഷ്ടപ്പെടുത്തരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പലരും വീണ് കിടക്കുക പലതിലും. ഹല്ലേലൂയ. അവരവർക്കറിയാം ഏതിലൊക്കെ വീണ് കിടക്കുന്നതെന്ന്. ഇന്ന് പലക്കാലം ചാടി എഴുന്നേറ്റ് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നശിച്ചു പോകും. ഹല്ലേലൂയ. ലോകത്തിൻ മോഹത്താലുള്ള നാശം, ലോകത്തിൻ മോഹത്താലുള്ള നാശം. ലോകത്തിലെ പല കാര്യങ്ങളും നിങ്ങളെ മോഹിപ്പിക്കും. ഇന്നത്തെ ഏറ്റവും വലിയൊരു അപകടകരമായ അവസ്ഥ ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാനങ്ങ് പറയുക. പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. പുതിയ നിയമസഭ വിശ്വാസികൾ അണിഞ്ഞൊരുങ്ങേണ്ടത് ആത്മീക അനുഗ്രഹങ്ങളാലാണ്, കൃപാവരങ്ങളാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്. ആത്മഫലത്താലും വരത്താലും ആണ് അവരണിഞ്ഞൊരുങ്ങേണ്ടത്. ആക്ഷരിക അണിഞ്ഞൊരുങ്ങലല്ല. ആക്ഷരികമായി അണിഞ്ഞൊരുങ്ങുന്നത് സാത്താൻ്റെ മണവാട്ടിയായ ഈ ലോകത്തിലെ മനുഷ്യരാണ്, കൈവിടപ്പെട്ടു പോകുന്നവരാണ്, കർത്താവിൻ്റെ വരവിൽ ഇവിടെ കിടന്നു പോകുന്നവരാണ്. അവരാണ് ആക്ഷരികമായി അണിഞ്ഞൊരുങ്ങുന്നത്. എന്താ സിനിമാ നടന്മാരും നടിമാരും. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പലരും പറയുന്നതൊക്കെ കേട്ട് ഞെട്ടിപ്പോയി. പല നടന്മാരും പല നടിമാരും അവരുടെ മേക്കപ്പ് മാറ്റി കളഞ്ഞാൽ കാർക്കിച്ചു തുപ്പും അവരുടെ മുഖത്തേക്ക്. നമ്മൾ ഈ സത്വത്തെ ആയിരുന്നോ ഞാൻ സൗന്ദര്യവനായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ചിന്തിച്ചു. അവരെക്കാളുമൊക്കെ നല്ല സൗന്ദര്യം നമുക്കുണ്ടെന്ന്. നമ്മൾ മേക്കപ്പ് ചെയ്ത് അതിനേക്കാളും ഒക്കെ ആവും. അപ്പോൾ ഞാൻ കൈകൂപ്പി പറയുക, എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഭക്തന്മാരായ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവമക്കൾ, ദൈവസഭ അണിഞ്ഞൊരുങ്ങേണ്ടത് ആത്മഫലത്താലും വരങ്ങളാലുമാണ്, കൃപാവരങ്ങളാലാണ്, ദിവ്യ സ്വഭാവത്താലാണ്, ആത്മഫലത്താലാണ്, ആത്മവരത്താലാണ്. അല്ലാത്ത അണിഞ്ഞൊരുങ്ങലൊക്കെ ജഡികമാണ്. അത് സാത്താൻ്റെ പിടിവള്ളി അതിലുണ്ട്. ലോകത്തിൻ മോഹത്താലുള്ള നാശമാണ് അവർക്ക് സംഭവിക്കുന്നത്. ലോകത്തിന്റെ മോഹത്തിൽ പോകുന്നവർക്ക് നാശമാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ലോകമോഹം ദൈവത്തോട് ശത്രുത്വം. വ്യഭിചാരണയാളുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ ലോകത്തിൻ്റെ അൻപവരാകരുത്. നിങ്ങൾ ലോകക്കാരായിരിക്കാതുകൊണ്ട് ലോകത്തിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ലോകക്കാരല്ല, നമ്മൾ ആത്മീകരാണ്, ദൈവമക്കളാണ്, വിശുദ്ധന്മാരാണ്, വിശുദ്ധമതികളാണ്.
നമ്മുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതുമല്ല. വായിച്ചു കൊടുത്തേ പത്രോസിന്റെ 3-ാം ലേഖനം, 3-ാം അധ്യായം, 1 പത്രോസ് 3-ന്റെ 1 തൊട്ട് അങ്ങോട്ട് വായിച്ചു കൊടുത്തേ. ആ, ഭാര്യമാരെ കീഴടങ്ങിയിരിക്കും. ആ, ഭർത്താക്കന്മാരോട് വചനം പറയേണ്ട, ഉപദേശം പറയേണ്ട, ഒന്നും പറയണ്ട. നീ ഗുണപ്പെട്ടങ്ങ് ജീവിച്ചാൽ മതി, അവനും നന്നായി വരുമെന്നാ അതിന്റെ അർത്ഥം. അടുത്തേ, ആ ആ ആ അല്ല ആ ആ അടുത്തേ, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു.